നമ്മുടെ ഒരു ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്വസ്റ്റൻ ആണ്. യൂഷ്വൽ സ്പീഡ് ആൻഡ് യൂഷ്വൽ ടൈം കൺസെപ്റ്റിലെ ക്വസ്റ്റൻ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇഫ് റാം കവേഴ്സ് എ സർട്ടൻ ജേർണി അറ്റ് 60% of his usual speed, he reaches the destination late by 36 minutes. His usual time to reach the destination is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയുന്നത് റാം ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന സ്പീഡിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സ്പീഡ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എടുക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് നേരത്തെ എടുത്തുകൊണ്ടിരിക്കുന്ന സ്പീഡിന്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 60% ആണെന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ നേരത്തെ 100% ആയിരിക്കും, ഇപ്പം അത് കുറഞ്ഞ 60% ആയി. ആൻഡ് നമുക്ക് 60% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ പെർസെൻറ്റേജ് വൈസ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് 3/5 ആണ്. എന്ന് പറയുമ്പോൾ നേരത്തെ 5 ആയിരുന്നെങ്കിൽ ഇപ്പൊ എത്രയാണ്? 3 ആണ്. അപ്പൊ നമുക്കത് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്. 60/100 എന്ന് എടുക്കുക. ഇപ്പൊ നേരത്തെ 100 ആയിരുന്നു, പക്ഷെ ഇപ്പൊ എത്രയേ ഉള്ളൂ? 60 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 3/5 സ്പീഡിന്റെ റേഷ്യോ വരും. ഇപ്പൊ സ്പീഡിന്റെ റേഷ്യോ 3/5 ആണെങ്കിൽ നമുക്ക് അവിടുന്ന് ടൈമിന്റെ റേഷ്യോ എടുക്കാൻ പറ്റും. ആൻഡ് ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? നേരെ ഇതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും. ബിക്കോസ് നമ്മുടെ ഡിസ്റ്റൻസ് സെയിം ആണ് എന്നുള്ള രീതിയിലാണ് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് അവിടെ ആ ഒരു കണ്ടീഷൻ ഒരേ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ നേരത്ത് സാധാരണ പോകുന്നതിനേക്കാളും വേറൊരു സ്പീഡിൽ പോകുമ്പോൾ എന്ത് വ്യത്യാസം വരുന്നു, എത്ര ലേറ്റ് ആവുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് 3/5 ആണെങ്കിൽ നമ്മുടെ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? 5/3 ആയിരിക്കും അതെന്ന് പറയുന്നത്. ഇനി വളരെ സിമ്പിൾ ആണ്. നമുക്ക് ക്വസ്റ്റിൽ ഒരു കാര്യം ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു സ്പീഡിൽ വ്യത്യാസം വന്ന കാരണം ഉറപ്പായിട്ടും സമയം എന്ത് ചെയ്യും? കൂടുതൽ എടുക്കും. അപ്പൊ സ്പീഡ് കുറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം ആ ഡെസ്റ്റിനേഷൻ റീച്ച് ചെയ്യാൻ എടുക്കുന്ന സമയം കൂടും. ഇപ്പം പറയുന്നത് നമുക്ക് നേരത്തേക്കാളും ഇപ്പോഴത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 36 മിനിറ്റിന് വ്യത്യാസം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടൈമിന്റെ ഇവിടെയുള്ള റേഷ്യോ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5ഉം 3ഉം തമ്മിൽ 2ന്റെ ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ആ 2 എന്ന് പറയുന്നത് ആയിരിക്കണം നമുക്കിവിടെ എന്തും തന്നിരിക്കുന്നത് 36 മിനിറ്റ്സിന്റെ ഡിഫറൻസ് എന്ന് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 × 18 ചെയ്യുമ്പോഴാണ് 36 വരുന്നത്. ഇനി നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഹിസ് യൂഷ്വൽ ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആളുടെ യൂഷ്വൽ ടൈം എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ ഒരു 3 ആയിരിക്കും ആളുടെ യൂഷ്വൽ ടൈം എന്ന് പറയുന്നത്. യൂഷ്വൽ ടൈം 3. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു 3 എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ആളുടെ ശരിക്കും എടുക്കുന്ന സമയം എന്താണെന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ 3 × 18 നമുക്ക് അതിന്റെ ആൻസർ എത്ര വരും? ഡയറക്ട്ലി 54 മിനിറ്റ്സ് എന്ന് വരും. അപ്പൊ സാധാരണ ആൾ എടുത്തുകൊണ്ടിരുന്നത് 54 മിനിറ്റ് ആണ്, പക്ഷേ ഇപ്പോൾ ആളുടെ സ്പീഡ് കുറഞ്ഞ കാരണം ഇപ്പൊ 36 മിനിറ്റ് കൂടി ലേറ്റ് ആവുന്നുണ്ട്. സോ ടോട്ടൽ ഇപ്പോൾ എടുക്കുന്ന ടൈം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം? 36 + 54 എന്ന് എടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 5 × 18 90 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഡയറക്ട്ലി മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടുന്നും എടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന അഡ്വാൻറ്റേജ്. നമുക്ക് വേറെ ഇക്വേഷനോ ഫോർമുലാസോ ഒന്നും എടുക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്ത് ഇക്വേറ്റ് ചെയ്യുന്നതിന് പകരം ഡയറക്ട്ലി തന്നെ നമുക്ക് ആ റേഷ്യോസിനെ കമ്പയർ ചെയ്ത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു യൂഷ്വൽ സ്പീഡ് ആൻഡ് യൂഷ്വൽ ടൈമിന്റെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ഈ രീതിയിൽ ചെയ്യാം. പക്ഷേ ഇതൊരു യൂഷ്വൽ സ്പീഡ് ആൻഡ് യൂഷ്വൽ ടൈമിന്റെ ക്വസ്റ്റ്യൻ ആണ് ഫ്രം ടൈം ആൻഡ് ഡിസ്റ്റൻസ് ടോപ്പിക്കിൽ നിന്ന്.